Hi dear ones, welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. നമ്മൾ സെക്ഷൻ 63 സബ്സെക്ഷൻ 10 വരെയായിരുന്നു പഠിച്ചത്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യനും കൂടി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, അണ്ടർ വിച്ച് സെക്ഷൻ are the financial accounts of all Apex societies and urban cooperative banks audited? Answer, സെക്ഷൻ 63 സബ്സെക്ഷൻ 10. എല്ലാ അപ്പെക്സ് സൊസൈറ്റികളുടെയും അതുപോലെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെയും ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 63 സബ്സെക്ഷൻ 10. Question number 2, who approves the panel of auditing firms for auditing Apex societies and urban cooperative banks? Answer, the Director of Cooperative Audit. എല്ലാ അപ്പെക്സ് സൊസൈറ്റികളുടെയും അതുപോലെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെയും ഓഡിറ്റ് ഒരു പാനൽ ഓഫ് ഓഡിറ്റേഴ്സിൻ്റെ ഓഡിറ്റിംഗ് ഫേംസാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്. ഇത് അപ്രൂവ് ചെയ്യുന്നത് ഈ പാനൽ ഓഫ് ഓഡിറ്റേഴ്സിൻ്റെ ഈ ഓഡിറ്റിംഗ് ഫേമിനെ ആരുടെ അംഗീകാരം കിട്ടണം എന്നുള്ളതാണ്. അത് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ അംഗീകാരം കിട്ടണം എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഓഡിറ്റിംഗ് ഫേംസിന് ആരുടെ അംഗീകാരം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഓഡിറ്റ്സ് ദ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആൻഡ് റിലേറ്റഡ് അക്കൗണ്ട്സ് ഓഫ് അസിസ്റ്റഡ് അപ്പെക്സ് സൊസൈറ്റീസ്? ആൻസർ, ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ്. എന്താണ് പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സും അതിനോടനുബന്ധിച്ചിട്ടുള്ള അക്കൗണ്ട്സും ആരുടെ അസിസ്റ്റഡ് അപ്പെക്സ് സൊസൈറ്റികളുടെ ആരാണ് ഓഡിറ്റ് ചെയ്യുന്നതെന്നാണ്. അത് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സാണ്. നമ്മുടെ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള ഓഡിറ്റേഴ്സ്, അതായത് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് ഷുഡ് ദ ഓഡിറ്റ് ടീം do if any misappropriation or fraud is found? Answer, prepare a special report and forward it to the Director of Cooperative Audit and the Registrar. ഒരു ഓഡിറ്റ് ടീം ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വഞ്ചനാപരമായ കാര്യങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അവരെന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതെന്താണ്? അവരൊരു പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കി അത് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിനും അതുപോലെ രജിസ്ട്രാർക്കും കൈമാറേണ്ടതാണ് എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, ടു whom is the special report forwarded for detailed inquiry? Answer, to the vigilance officer appointed under section 68A. ഇങ്ങനെ സ്പെഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കി രജിസ്ട്രാർക്കും അതുപോലെ DCIക്കും കൈമാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽഡ് എൻക്വയറിക്കായിട്ട്, അതായത് വിശദമായ അന്വേഷണത്തിനായിട്ട് ആരിലേക്കാണ് ഈ റിപ്പോർട്ട് കൈമാറേണ്ടത്? അത് സെക്ഷൻ 68A പ്രകാരം നിയമിച്ചിരിക്കുന്ന വിജിലൻസ് ഓഫീസർക്ക് ഫോർവേഡ് ചെയ്യേണ്ടതാണ്, കൈമാറേണ്ടതാണ്. ഇപ്പോൾ സെക്ഷൻ 68A നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ, എങ്കിലും ഇപ്പോഴും ഒന്ന് ഓർത്തിരിക്കുക. സെക്ഷൻ 68A ആരാണ്? വിജിലൻസ് ഓഫീസറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who can forward the special report to the vigilance officer? Answer, the registrar or the director of cooperative audit in consultation with the registrar. ഇനി ഈ സ്പെഷ്യൽ റിപ്പോർട്ട് വിജിലൻസ് ഓഫീസർക്ക് ആരാണ് കൈമാറുന്നത്? അത് ഒന്നുകിൽ രജിസ്ട്രാർ ആകാം, അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് രജിസ്ട്രാറുമായി കൺസൾട്ട് ചെയ്തിട്ട് അദ്ദേഹം കൈമാറാം. അദ്ദേഹത്തിനും വിജിലൻസ് ഓഫീസറിലേക്ക് കൈമാറാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ പഠിക്കാം. സെക്ഷൻ 63 സബ്സെക്ഷൻ 11, the audit report of the accounts of an Apex cooperative society, which includes the report on administrative matters, shall be laid by the government before the legislative assembly in the manner. ഇവിടെ എന്താണ് പറയുന്നത്? ഒരു അപ്പെക്സ്
കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സും ഉണ്ടായിരിക്കും, അതും ഇൻക്ലൂഡ് ചെയ്തിരിക്കും. ഈ റിപ്പോർട്ട് ഗവൺമെൻറ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മുന്നിൽ വയ്ക്കും. അപ്പോൾ ആരാണ് വയ്ക്കുന്നത്? ഗവൺമെൻറ്റാണ് വയ്ക്കുന്നത്. ആരുടെ മുമ്പിലാണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മുമ്പിലാണ്. എന്തിൻ്റെ റിപ്പോർട്ടാണ്? അപ്പെക്സ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ട്. അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സും ഉണ്ടാകും, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് സെക്ഷൻ 63 സബ്സെക്ഷൻ 12. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി to convene general body meeting or special general body meeting in order to appoint auditors or auditing firms within the stipulated time from among the panel approved by the Director of Cooperative Audit, failing which the members of the managing committee shall cease to hold their office. In such cases, to avoid administrative stalemate, the registrar may suo motu or on application from the Director of Cooperative Audit or from any person authorized in this behalf appoint an administrator or an administrative committee consist of not more than 3 persons who shall be from among members of the Society as per KCS Amendment Act 2023. One among them as convener to manage the affairs of the society for a period not exceeding 6 months as may be specified in the order. ഇവിടെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യം എന്താ പറയുന്നത്? ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് അംഗീകരിച്ച പാനൽ ഓഫ് ഓഡിറ്റേഴ്സിൽ നിന്നുള്ള ഓഡിറ്റിംഗ് ഫേംസ് അവർ സ്പെഷ്യൽ ജനറൽ ബോഡിയോ അല്ലെങ്കിൽ ജനറൽ ബോഡിയോ വിളിച്ച് കൂട്ടിയിട്ട് ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ആ ഒരു പ്രത്യേക സമയം പറഞ്ഞിട്ടുണ്ടാവും. ആ സമയത്തിനുള്ളിൽ, ആ സമയമൊക്കെ നമ്മൾ പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ, ആ സമയത്തിനുള്ളിൽ അവരെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. ഇനി ഇങ്ങനെ ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല എങ്കിൽ, അതായത് മാനേജിംഗ് കമ്മിറ്റിക്ക് ഈ ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അവരുടെ ആ സ്ഥാനത്തിൽ നിന്നും അവർ ഒഴിവാക്കപ്പെടും, അല്ലെങ്കിൽ അവർ മാറി നിൽക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ, ഭരണമായിട്ടുള്ള മുമ്പോട്ട് പോക്കിനെ ബുദ്ധിമുട്ടിലാവാതിരിക്കാനായിട്ട് രജിസ്ട്രാർ സ്വമേധയാലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആപ്ലിക്കേഷൻ, അതായത് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ആപ്ലിക്കേഷൻ പ്രകാരമോ അല്ലെങ്കിൽ അദ്ദേഹം ഓതറൈസ് ചെയ്തേക്കുന്ന ആളുടെ സജഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രകാരമോ അഡ്മിനിസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ അപ്പോയിൻറ്റ് ചെയ്യും. ഇതിൽ 3 പേരിൽ കൂടാത്ത അംഗങ്ങളാണ് ഉണ്ടാവുക ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ. അവർ സൊസൈറ്റിയുടെ മെമ്പേഴ്സ് ആയിരിക്കണം എന്നുള്ളതാണ് പുതിയ അമെൻമെൻറ്റിൽ വന്നിരിക്കുന്നത്. ഇനി ഈ 3 പേരിൽ ഒരാൾ കൺവീനർ ആയിരിക്കും. അദ്ദേഹമായിരിക്കും സൊസൈറ്റിയുടെ കാര്യങ്ങളെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 6 മാസത്തിൽ കൂടാത്ത കാലാവധിയാണ്. പ്രൊവൈഡഡ് ദാറ്റ് administrator or administrative committee shall arrange for the constitution of a new committee or for entering upon office of the new committee. എന്നാൽ ഈ അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ ഒരു പുതിയ കമ്മിറ്റിയുടെ രൂപീകരണത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. അതുപോലെ no auditor or auditing firms or team of auditors shall be entrusted with the audit of a cooperative society for more than 2 consecutive audits as per KCS Amendment Act 2023. എന്താണ് പറയുന്നത്? ലേറ്റസ്റ്റ് അമെൻമെൻറ്റിൽ ഒരു ഓഡിറ്ററോ അല്ലെങ്കിൽ ഒരു ഓഡിറ്റിംഗ് ഫേംസോ അല്ലെങ്കിൽ ടീം ഓഫ് ഓഡിറ്റേഴ്സോ
ഒരു സൊസൈറ്റിയുടെ ഓഡിറ്റ് 2 പ്രാവശ്യത്തിൽ കൂടുതൽ അടുപ്പിച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ലേറ്റസ്റ്റ് അമെൻഡ്മെൻറ്റും കൂടിയാണ്. ഇനി ബുള്ളറ്റ് പോയിൻറ്റ്സ് ആണ്. സെക്ഷൻ 63 സബ്സെക്ഷൻ 11 applies to Apex cooperative societies. Audit report must include administrative matters. Government is responsible for laying the report before the Legislative Assembly. Must be done in the prescribed manner. Section 63 subsection 12 Managing Committee must convene General Body meeting to appoint auditors. Appointment must be done within stipulated time from panel approved by Director of Cooperative Audit. If not done, committee members lose their office. To avoid stalemate, registrar may appoint an administrator or administrative committee, maximum 3 members. Members of the committee must be from the society as per KCS Amendment Act 2023. One member will act as convener. Tenure up to 6 months as specified in the order. Administrator or administrative committee must ensure formation of a new committee or facilitate its assumption of office. As per KCS Amendment Act 2023, no auditor or auditing firm can audit a cooperative society for more than 2 consecutive audits. ഇനി കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് നോക്കാം. The first bank in India. Answer Bank of Hindustan. Next, meaning of admonish. Answer warn. ഉപദേശം നൽകുക, മുൻകരുതൽ കൊടുക്കുക എന്നൊക്കെയാണ്. അടുത്തത് കണ്ടിന്യൂവേഷൻ കണ്ടുപിടിക്കാനാണ്. 5G7, 7H10, 1040, 10I14, 14J19, 19K25. നെക്സ്റ്റ് നമ്പർ വരുന്നത് 25L32 ആണ്. ഇങ്ങനെ കിട്ടാം. ഒന്ന് നമുക്ക് നോക്കാൻ പറ്റുന്നത് ഇപ്പോൾ 5നോട് 2 കൂട്ടുമ്പോൾ 7, 7നോട് 3 കൂട്ടുമ്പോൾ 10, 10നോട് 4 കൂട്ടുമ്പോൾ 14, 14നോട് 5 കൂട്ടുമ്പോൾ 19, ഇനി 19നോട് 6 കൂട്ടുമ്പോൾ 25. അങ്ങനെയും കിട്ടാം. പിന്നെ എല്ലാത്തിൻ്റെയും ലാസ്റ്റ് വന്നേക്കുന്ന 7, 10, 14 അതൊക്കെ അടുത്തതിൻ്റെ ആദ്യം വന്നേക്കുന്ന നമ്പറാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 25 തീർന്നേക്കുന്നത്, അടുത്തത് 25 എഴുതാം. ഇതുപോലെ തന്നെ ലെറ്റേഴ്സ് നോക്കുക. GHIJKL വരും. അത് ഓർഡറിൽ തന്നെയാണ് പോയേക്കുന്നത്. പിന്നെ അടുത്തതോ ഇതുപോലെ തന്നെ 7, 7, 7നോട് 3 കൂട്ടി 10, 10നോട് 4 കൂട്ടി 14, 14നോട് 5 കൂട്ടി 19, 19നോട് 6 കൂട്ടി 25, 25നോട് 7 കൂട്ടി 32. ആ ഒരു ഇതിലാണ്. അത് ഞാൻ എഴുതിയില്ല, അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ പ്രാക്ടീസ് ചെയ്യാനാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ കണ്ടെത്താം എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ എഴുതിയിട്ടില്ല ഒന്നും കേട്ടോ. Now your turn to answer. The relevant article in the Constitution of India connected with the prohibition of employment of children. Next, meaning of flatter. Next, fish is equal to 66, sea is equal to 56 and boat is equal to dash. Leave your answer in the comment box and stay tuned for the next episode. Thank you.